ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ദിവസം ഇതാ തുടങ്ങുന്ന എൻ്റെ വീട്ടിലെ കുറേയേറെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ. ഇന്നിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കുഞ്ഞിപ്പത്തലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പം രാത്രി തന്നെ നമ്മൾ പറഞ്ഞിന് രാവിലെ പത്തൽ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ കുറച്ച് നേരത്തെ എണീച്ച് എല്ലാവരും ഒരുമിച്ച് തന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കണേ. അപ്പോൾ വീട്ടിൽ മൂത്തമ്മൻ്റെ മോളും ഒക്കെ വിരുന്ന് വന്നൊരു ദിവസമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആണിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഇതാ വേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ലോണം കഴിക്കുമല്ലോ. അപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിന്. ഒരു റൗണ്ട് അങ്ങനെ വേവിക്കാൻ വെച്ചിട്ട് ബാക്കിയുള്ളത് അപ്പുറത്തുനിന്ന് അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ചിക്കനിലാട്ടോ ഞങ്ങളത് മിക്സ് ആക്കിയിട്ടുണ്ടായിന്. നമ്മൾ ബീഫിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ ചിക്കൻ്റെ കറിയൊക്കെ റെഡിയാക്കി അതിലേക്ക് ഇതാ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ തേങ്ങയുടെ അരപ്പും കൂടെ അങ്ങനെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് വെളിച്ചെണ്ണയിൽ വറവിട്ടെടുക്കാനുള്ള പണി കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ തേങ്ങയുടെ അരപ്പൊക്കെ ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടായിന്. ഇനിയിപ്പോൾ ആ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് അങ്ങനെ ഒഴിച്ചെടുക്കുകയാണ്. വറവിട്ടെടുക്കലൊക്കെ കഴിഞ്ഞ് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പത്തലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്ലേറ്റും ഗ്ലാസും ഒക്കെ എടുത്ത് വെച്ച് എല്ലാവരും ഒരുമിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുക. കൂടുതലും എല്ലാവരും ഒരുമിച്ച് തന്നെ കേട്ടോ രാവിലത്തെ ചായ ഒക്കെ കുടിക്കൽ. അപ്പോൾ പത്തലായതുകൊണ്ട് തന്നെ ഒന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിന്. അല്ലെങ്കിൽ കുറച്ച് നേരത്തെ പെട്ടെന്ന് റെഡി ആവുമല്ലോ. അങ്ങനെ ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം അനിയനിതാ കുറച്ച് മുന്നേ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊരു ബോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ അതിലേക്ക് കാറ്റൊന്നും നിറച്ചിട്ടില്ല. നമ്മളിങ്ങനെ എല്ലാ വർഷവും നിറക്കണം പുഴയിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിക്കാമെന്നല്ലാതെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ലേനി. അപ്പോൾ ഇത്തവണ ഏതായാലും എല്ലാവരും ഉണ്ടല്ലോ മക്കളൊക്കെ ഉണ്ടായപ്പം അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓനയിൽ കാറ്റൊക്കെ നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വീടിൻ്റെ നേരെ താഴെ തന്നെ പോയേന്. അപ്പം ഇവരൊക്കെ കൊണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ബോട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് കാറ്റൊക്കെ നിറച്ച സമയത്ത് തന്നെ രണ്ടാക്കും എല്ലാം ഭയങ്കര ആവശ്യമായിട്ട് അതിൽ കയറലും ഇരിക്കലും കളിയൊക്കെ ഇനി. അപ്പം ഏതായാലും പണികളൊക്കെ കഴിച്ചിട്ട് വേഗത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കുക. അപ്പോൾ നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അത് വെച്ചിട്ടൊരു പഴം കേക്ക് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഉച്ചക്കേക്ക് ഇതാ ചിക്കന് കടായി ആക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഓരോ പരിപാടികളും ഒക്കെ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി അങ്ങനെയൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ തീർത്താൽ നമുക്ക് മക്കളെ കൊണ്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പരിപാടികളൊക്കെ വേഗത്തിൽ നോക്കുകയാണ്. അപ്പം പഴം ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് ഇതാ മുട്ട ഒന്ന് മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഓവർ ഡെക്കറേഷനൊന്നും ഇല്ലാത്ത ചെറിയൊരു പഴം കേക്കാട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടതിന്. അതേപോലെ തന്നെ ചിക്കൻ കടായിൻ്റെ റെസിപ്പിയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. ചിക്കൻ ജസ്റ്റ് ഫ്രൈ ആക്കുന്നത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിട്ടുള്ളൂ. ഇനി അങ്ങനെ ഇതാ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബാറ്റർ നമ്മൾ ഇതിലേക്ക് അങ്ങനെ ഒഴിച്ചെടുക്കുകയാണ്. നെയ്യൊക്കെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുന്നത് കേട്ടോ. അടിയിലൊരു തട്ട് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് അങ്ങനെ പാൻ വെച്ച് അതാ നമ്മൾ ആ ഒരു മിക്സ് ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ടായിന്. അപ്പം പുഴന്നൊക്കെ വരുമ്പോൾ നല്ലോണം ക്ഷീണിക്കുമല്ലോ. മക്കളൊക്കെ ആയാലും കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ലോണം ക്ഷീണിക്കും. അപ്പം എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെച്ച് പോയാൽ നമുക്ക് വേഗത്തിൽ അങ്ങനെ കഴിക്കാമല്ലോ. അത് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടതിന്. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ടാ നേരത്തെ പുഴയിലേക്ക് അങ്ങനെ പോവാണ്. നല്ല രസമുണ്ട്. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരിങ്ങനെ കുളിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ വരുന്നുണ്ടാവും. അപ്പം എത്തിയപ്പോൾ ചെറിയ രീതിയിൽ അങ്ങനെ വെയിലുണ്ടായിട്ടുണ്ട്. ഒരു 10 മണിയൊക്കെ സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിന്. എന്നാലും ഇപ്പം മഴ പെയ്യുന്നതിനോട് തന്നെ വെയിലിന് വലിയ ചൂടൊന്നുമില്ലേനു. മക്കളൊക്കെ ആയിട്ട് കുറേ നേരം നമ്മളങ്ങനെ കുളിക്കലൊക്കെ ആയിരുന്നു.
നല്ല രസമാണ് കേട്ടോ, ഒരുപാടായൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളൊക്കെ കൊണ്ട് ധൈര്യത്തിൽ അങ്ങനെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. നല്ല ഇഷ്ടമാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ മക്കളെയൊക്കെ ആയിട്ട് കുറേ സമയം വെള്ളത്തിൽ അങ്ങനെ കളിക്കേന്. അതിൻ്റെ ഇടയിലാണ് അക്കരെ നിന്നിങ്ങനെ ഒരു താത്ത തോണി തൊഴിഞ്ഞങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂത്തമ്മൻ്റെ മോളിങ്ങനെ കുറേ ആയി തോണിയിലൊക്കെ കയറിയിട്ട്, നമ്മളും അങ്ങനെ തന്നെ കേട്ടോ, കുറേ ആയി തോണിയിലൊക്കെ കയറിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു നിങ്ങൾ കയറുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ മക്കളെയൊക്കെ ആയിട്ട് അങ്ങനെ തോണിയിലേക്ക് കയറിയതാട്ടോ. പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ പോയ കിടന്ന് അങ്ങനെ തോണി കിടന്നാട്ടോ പോയിട്ടുണ്ടായിന്. ഇപ്പോൾ കുറേ വർഷമായിട്ട് അങ്ങനെ തോണിയിലൊക്കെ കയറിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ടാവും കേട്ടോ തോണിയിലൊക്കെ കയറിയിട്ട്. അപ്പം ഐബൂനും അമ്ലൂനൊക്കെ ചെറിയൊരു പേടിയുണ്ട്, ആദ്യമായിട്ട് അങ്ങനെ കയറിയല്ലേ. അപ്പം അതുകൊണ്ട് ഓലങ്ങനെ നടുവിലിരുത്തി ഞാനും അവിടെ തന്നെ അങ്ങനെ ഇരുന്നതിന്. നല്ല രസം കിട്ടോ തോണി യാത്ര, കുറേ കാലത്തിന് ശേഷം പോയപ്പോൾ. അപ്പോൾ ഇതാ വെള്ളത്തിലിങ്ങനെ കൈയൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിട്ടോ നമ്മളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ അക്കരെ കൊണ്ടുപോയി, പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചും നമ്മൾ ആക്കി തന്ന്. അപ്പോൾ ഈ സമയത്ത് നമ്മളിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പോയ അങ്ങനെ. ഇപ്പം ഇങ്ങനെ പാലും ഇതൊക്കെ വന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ തോണീൻ്റെ യാത്രയില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ വീട്ടുകാരൊക്കെ ഇങ്ങനെ തോണിയുള്ള വീട്ടുകാർ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നല്ലാതെ ഇപ്പം സ്ഥിരമായിട്ട് തോണി സർവീസും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഇപ്പൊക്കെ നല്ല രീതിയിൽ ഇരിക്കണ്ടായിന്. അപ്പോൾ ഈ യാത്ര ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളിപ്പോൾ പുഴയിലേക്ക് വരുമ്പോൾ ഒന്നും തോണിയിൽ കയറാൻ പറ്റുന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ലേന്ന് കേട്ടോ. വെറുതെ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് വന്ന്, അപ്പോൾ പ്രതീക്ഷിക്കാതെ അക്കരയൊക്കെ ഒന്ന് പോകാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ നോക്കിയാൽ പുതിയതായിട്ടുള്ള പാലും ഒക്കെ കാണാൻ പറ്റിട്ടോ. അപ്പോൾ അതാ നമ്മൾ ഏകദേശം അക്കരെ എത്തി. പിന്നെ തിരിച്ച് അങ്ങോട്ടേക്കും പോയിട്ടുണ്ട്, ഇവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അതാ തിരിച്ച് ഇക്കരയൊക്കെ പോവാണ്. അതിൻ്റെ ഇടയിൽ ഐബൂൻ്റെ തോണിയിൽ എത്താത്ത മുട്ടായൊക്കെ കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇതാ നമ്മൾ ഇക്കരെ തിരിച്ചെത്തിയതിന് ശേഷം കുറച്ച് നേരം കൂടി വല്ല വെള്ളത്തിലൊക്കെ കളിപ്പിക്കുകയാണ്. കുറച്ച് സമയം കളിച്ച് പോയേക്കും നമ്മൾ തോണിയിൽ കയറി അങ്ങനെ പോയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ വൈകുന്നേര സമയമൊക്കെയാണ് ഒരുപാട് പേരുണ്ടാവും കേട്ടോ ഇവിടെ കുളിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് കുറേ പേര് അലക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവും. ഒരുപാട് പേര് ഉണ്ടാവലുണ്ട്. ശരിക്കും ഒരു ബീച്ച് പോലെയൊക്കെ കേട്ടോ വൈകുന്നേര സമയമാകുമ്പോൾ കാണാനൊക്കെ ഉണ്ടാവുക. അതാ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി, പറഞ്ഞ പോലെ തന്നെ കുളിയും കുന്തൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിന്. അങ്ങനത്തെ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അതും പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിന്. തട്ടിക്കൂട്ട് കേക്കാണെങ്കിലും നല്ലോണം നന്നായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കഴിക്കാനുള്ള പാകത്തിലൊക്കെ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചോറൊക്കെ കഴിച്ചിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ചെറിയ മഴൻ്റെ ലക്ഷണമൊക്കെ ഉണ്ടായിന്. അപ്പം അമ്ലും ദൂവൊക്കെ ഇതാ പുറത്തിരുന്ന് അങ്ങനെ ഓലേതായ കളികളൊക്കെ കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയെന്ന് വരുന്ന സമയത്ത് കുറച്ച് മഞ്ചാടിയൊക്കെ പെറുക്കിയിട്ടുണ്ടായിന്. അപ്പം അതൊക്കെ വെച്ചിട്ട് ചോറുണ്ടാക്കലും കറി ഉണ്ടാക്കലും അങ്ങനത്തെ ഓരോ പരിപാടികളാണ്. അപ്പോൾ ആ വൈകുന്നേര സമയമൊക്കെ ആയപ്പം പെട്ടെന്നൊരു മോര് സോഡ കഴിക്കാൻ കൊതിയായിട്ടോ. അപ്പം നമ്മൾ അതൊന്ന് റെഡിയാക്കി എടുക്കുക. ഇതാ 3 ഗ്ലാസ്സിലാക്കിയിട്ട് അങ്ങനെ ഞങ്ങൾക്ക് 3 വേണ്ടിയിട്ടോ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് മക്കൾക്കൊന്നും വലിയൊരു ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മാത്രമാണ് റെഡിയാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇഞ്ചി കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ പച്ചമുളകും കറിവേപ്പിലയും മാത്രം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താട്ടോ സോഡ റെഡിയാക്കിയിട്ടുണ്ടായിന്. ആ മോരും സോഡയും ഒക്കെ ഒഴിച്ച് ആദ്യം മോര് ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ
നമ്മൾ സോഡയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ, അതും കൂടെ ഒഴിച്ചെടുത്ത് നമ്മളെ സോഡ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേര സമയമായപ്പം എല്ലാവരും തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് അവരെ ആക്കി കൊടുക്കുകയാണ്. ഒരു തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ജസ്റ്റ് ഒന്ന് ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറിയതാണ്. അപ്പോൾ കുറേ സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാവും എന്നിട്ട് എല്ലാവരും തിരിച്ചു പോയതേനു. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ കുട്ടി കുട്ടി വിശേഷങ്ങളും എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.